എല്ലാവർക്കും നമസ്കാരം. ഒരു വീഡിയോ പുതിയതായിട്ട് ഇടണമെന്ന് കുറച്ച് ദിവസമായി ഒരു വീഡിയോ ഇട്ടിട്ട്. പുതിയൊരു ടോപ്പിക്ക്, എല്ലാ പേരൻസും അവരവരുടെ മക്കളെ എൻജിനീയറാക്കാനും ഡോക്ടറാക്കാനും IAS ആക്കാനും IPS ആക്കാനും അഡ്വക്കേറ്റ് ആക്കാനും ഒക്കെ ശ്രമിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു പ്രൊഫഷണലായിട്ടൊരു ഉദ്യോഗം കിട്ടാൻ വേണ്ടി പേരൻസ് പിള്ളേരെ ശ്രമിക്കുവാണ്, പഠിപ്പിച്ച് ലെവലിലാക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ എല്ലാവരും അപ്പോൾ ഒരേ രീതി പഠിക്കത്തില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അതിൽ പഠിക്കാൻ ടാലൻ്റുള്ള പിള്ളേർ കുറവായിരിക്കും, പക്ഷേ അവർക്ക് വേറെ പല ഫീൽഡിലും ടാലൻറ്റ് വളരെ കൂടുതലാണ്. അപ്പം നമ്മൾ പേരൻസൊക്കെ ചെയ്യേണ്ട ഒരു കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഏതിലാണ് ടാലൻ്റ് ഉണ്ടെന്ന് വെച്ചാൽ ആ ടാലൻറ്റിനെ അതിന് പ്രോത്സാഹനം കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾ ആ മേഖലയിൽ, നമുക്കെല്ലാവരുടെയും ലാസ്റ്റ് ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എത്ര പഠിച്ച് ഏത് ലെവലിൽ പോയെന്ന് പറഞ്ഞാലും പണം ഉണ്ടാക്കുക എന്നുള്ളതാണ് ലാസ്റ്റ്. പണം ഉണ്ടാക്കി നല്ലൊരു ലൈഫ് രീതിയിലോട്ട് മുൻപോട്ട് പോകുക എന്നുള്ളതാണ് ഫൈനലായിട്ടുള്ളത്, അല്ലയോ? അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഈ കുട്ടികളെ നമ്മൾ എന്തൊക്കെയായാലും ഒരു +2 വരെ പിള്ളേർക്ക് ബേസിക് എഡ്യൂക്കേഷൻ വേണ്ടെന്ന് പറയുന്നില്ല. അതുവരെയൊക്കെ നമ്മൾ പഠിപ്പിക്കണം പിള്ളേരെ, അടിച്ച് പഠിപ്പിച്ചിട്ട് അതിനുശേഷം ആ കുട്ടികൾക്ക് അവർക്ക് ഏത് ഫീൽഡിലാണോ, ഡാൻസ് ആണോ, പാട്ടാണോ, ഡ്രോയിങ്സ് ആണോ, പെയിൻറ്റിങ് ആണോ, വേറെ മെക്കാനിക്കൽ വർക്കാണോ, ടൈലറിങ് ആണോ, ബ്യൂട്ടീഷ്യനാണോ, എന്തെല്ലാം മേഖലകളുണ്ട് നമുക്കറിയാം. ലക്ഷോപലക്ഷം തൊഴിൽ മേഖലകളുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് ഏതിലാണ് താല്പര്യമെന്ന് വെച്ചാൽ ആ ഫീൽഡിലോട്ട് പിള്ളേരെ തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അവർ ആ ഫീൽഡിൽ ടോപ്പ് ആകത്തില്ലയോ? അവർ ടോപ്പ് ലെവലിൽ എത്തിച്ചേരും ആ ഫീൽഡിൽ. കാര്യം ഇവിടെ ഞാൻ പലപ്പോഴും കാണുന്നത്, പേരൻസിൻ്റെ നിർബന്ധപ്രകാരം പിള്ളേർ പഠിക്കാൻ പോകുന്നു. +2 കഴിഞ്ഞിട്ട് പിള്ളേർ എന്തിനു പോകണമെന്ന് പേരൻസ് തീരുമാനിക്കുന്നു. പിള്ളേർക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സിൽ പിള്ളേരെ പറഞ്ഞു വിട്ട് പിള്ളേർക്ക് ബർഡനായി പിള്ളേരെ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ആകുന്നു. പിള്ളേർ വഴിതെറ്റിപ്പോകുന്നു, പിള്ളേർ പഠിക്കാതെ പോകുന്നു, പിള്ളേർ പല കഞ്ചാവിലും മദ്യമിലും മയക്കുമരുന്നിലോട്ടൊക്കെ മാറിപ്പോകുന്നു. കാര്യം അവർക്ക് ആ മേഖലയിൽ താല്പര്യമില്ലാത്തൊരു മേഖലയിലോട്ട് പേരൻസിൻ്റെ താല്പര്യപ്രകാരം, പേരൻസിൻ്റെ മൽപ്പിടുത്തം കാരണം അവരെ പറഞ്ഞു വിട്ടതാണ്. അത് തെറ്റല്ലേ? ശരിയല്ല ഞാൻ പറഞ്ഞത്? അങ്ങനെ പാടില്ല. ആ കുഞ്ഞുങ്ങൾക്ക് ഏതിലാണ് താല്പര്യം അതിലോട്ട് വിടുക. ഇപ്പം എല്ലാവരും വ്യവസായ മേഖലയുണ്ട്, നമുക്ക് അഗ്രികൾച്ചർ, നമ്മുടെ കൃഷി, അതിൽ താല്പര്യമുള്ള എത്രയോ കുട്ടികളുണ്ട്. നഴ്സറി ഉണ്ടാക്കാൻ, പ്ലാന്റ്സിൻ്റെ നഴ്സറി, അങ്ങനെ പിന്നെ പശു ഫാം, കോഴി ഫാം, അങ്ങനെയൊക്കെ പണം ഉണ്ടാക്കാനുള്ള മാർഗ്ഗങ്ങൾ എത്ര ഉണ്ടാ. അതിലോട്ട് പിള്ളേരെ തിരിച്ചുവിടുക. പിള്ളേർക്ക് എത്രയോ താല്പര്യമുള്ള ഫീൽഡാണ് അതൊക്കെ. അപ്പോൾ ആ കുഞ്ഞുങ്ങളെ അതിലോട്ട് വിടുക. ഇത് ഞാൻ എൻ്റെ ഒരു ഉപദേശം പറഞ്ഞതാണ് പേരൻസിനോട്. കാര്യം റീസെൻ്റ് ഞാനൊരു പേരൻറ്റിൻ്റെ കരച്ചിൽ ഞാൻ കേട്ടതാണ്. 2 ആൺപിള്ളേരാണ്. അതുങ്ങളെങ്ങനെ ജീവിക്കുമെന്ന്. എടാ, ലോകത്ത് ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അതുങ്ങൾക്ക് ജീവിതമാർഗവും ദൈവം കണ്ടിട്ടുണ്ട്. പേരൻസാണോ അതിന് കടന്ന് ടെൻഷൻ അടിക്കേണ്ടത്? കുഞ്ഞുങ്ങളോട് ചോദിക്കുക അവരുടെ അഭിപ്രായം. എന്താണ് നിങ്ങൾക്ക് ആകേണ്ടത്? പോലീസ് ആകണോ? പട്ടാളത്തിൽ പോകണോ? എന്തെല്ലാം മേഖലകളുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള മേഖല പറ, അതിലോട്ട് നമ്മൾ വിടാം. അതിന് പകരം കുഞ്ഞുങ്ങളോട് ഒരു അഭിപ്രായം ചോദിക്കാതെ സ്വയമേ പേരൻസാണ് അങ്ങ് തീരുമാനിക്കുന്നത്. എൻ്റെ കുഞ്ഞിനെ അതിന് വിടണം, ഇതിന് വിടണം, അവൻ്റെ ഭാവി പോവും, അവളുടെ ഭാവി പോവും, ഞങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ അതുങ്ങളെങ്ങനെ ജീവിക്കും? നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ പിള്ളേർ ഇപ്പം ജീവിക്കുന്നതിനേക്കാളും നല്ല രീതിയിൽ തന്നെ ജീവിക്കും. സംശയമുണ്ടോ? നമ്മൾ അപ്പനോ അമ്മയോ ഇല്ലെന്നും പറഞ്ഞുകൊണ്ട് ആർക്കും സംഭവിക്കുന്നത്. ഒരു ഭർത്താവ് മരിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഭാര്യ 10 ദിവസം കരയും, അത് കഴിഞ്ഞ് അവരതങ്ങ് മറക്കും. ഭാര്യ മരിച്ചാൽ ഭർത്താവ് 10 ദിവസം കരയും, അതിനുശേഷം ഭർത്താവ് വേറെ കെട്ടും. അപ്പനും അമ്മയും പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ അവരുടെ ജീവിതം നോർമലാകും. ഇതൊക്കെ ഒരു പ്രതിഭാസമാണ്. ആരുമില്ലെങ്കിലും ലോകം എല്ലാ കാര്യങ്ങളും സ്മൂത്തായിട്ട് തന്നെ നടന്നു പോകുന്ന പോലെ നല്ലതായിട്ട് തന്നെ പോകും. അപ്പം കുഞ്ഞുങ്ങളുടെ ഭാവി കുറച്ച് പേരൻസ് ഇത്ര വേവലാതിപ്പെടേണ്ട. വേവലാതി വേണം, അവർക്കിഷ്ടമുള്ള ഫീൽഡിലോട്ടാക്കുക. അതിൽ അവർ ഇച്ചിരി പാളിച്ച് വരുവാണെങ്കിൽ നമ്മൾ വേവലാതിപ്പെടണം. ശരി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡിലോട്ട് നമ്മൾ വിട്ട് അവർക്ക് അതിനകത്ത് പാളിച്ച് വരുന്നുണ്ട്, ഓക്കെ, നമുക്ക് വേവലാതിയാണത്.
കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത മേഖലയിലോട്ട് തള്ളിപ്പെട്ട് കഴിഞ്ഞ് പിള്ളേരെ പഠിക്കാമെന്നും പറഞ്ഞിട്ട് അതുങ്ങളെ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ അതുങ്ങൾ എന്ത് ചെയ്യും? അതുങ്ങൾ താല്പര്യമില്ല, അതുങ്ങളുടെ ലൈഫ് സ്പോയിലാവും, പേരൻസിൻ്റെ അവരുടെ സമാധാനം പോവും, ഉറക്കം പോവും. നല്ല പ്രവണതയല്ല. കുഞ്ഞുങ്ങളുടെ അഭിപ്രായം ചോദിക്കുക. ഇപ്പോഴും ഈ കാലത്ത് ഇഷ്ടമുള്ള ഫീൽഡ് കുഞ്ഞുങ്ങൾക്ക് അറിവുണ്ട്. അവർക്കൊരു +2 വരെ നമ്മൾ മോട്ടിവേഷൻ ചെയ്ത് അവരെ കൊണ്ടുവരണം. അതിനുശേഷം അവരോട് ചോദിക്കണം. നമ്മൾ ചെറുപ്പത്തിലേ മുതൽ അവർക്കൊരു ഐഡിയ കൊടുക്കണം. നമുക്ക് ഭാവിയിൽ എന്താകണമെന്ന് പിള്ളേരോട് ചോദിച്ചിട്ട് അതിലോട്ട് നമ്മളൂടെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ ആ ഫീൽഡിലോട്ട് തന്നെ പോകും. അല്ലാതെ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ല. കുഞ്ഞ് സമയം മുതലേ അതുങ്ങളെ മോട്ടിവേറ്റ് ചെയ്യണം. നമ്മൾ പറഞ്ഞു കൊടുക്കണം, അറിവ് നൽകി കൊടുക്കണം. അതിന് ശേഷം കുഞ്ഞുങ്ങൾക്ക് അറിവാകുമ്പോൾ അവരൊരു കാര്യം തീരുമാനിക്കും, ഇങ്ങനെ ഫീൽഡ് അങ്ങനെ പോകണം. അല്ല കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോയെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് കാര്യമുണ്ടാവും? ഒരു കാര്യവുമില്ല. അപ്പോൾ ഫസ്റ്റ് പേരൻസിൻ്റെ ഈ മൽപ്പിടുത്തം നമ്മൾ അവസാനിപ്പിക്കണം. കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനുള്ള എഡ്യൂക്കേഷൻ അവർക്ക് ഏത് ഫീൽഡിലാണ് താല്പര്യമുണ്ടെന്ന് വെച്ചാൽ അതിലോട്ട് വിട്. ഇപ്പം എല്ലാവരും ഇതൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് നാളെ ഒരു ഫാക്ടറി, ഇൻഡസ്ട്രി, കമ്പനി, സ്കൂള്, വേറെ വ്യവസായ സ്ഥാപനങ്ങൾ, കുടിൽ വ്യവസായം, ഇതൊക്കെ തുടങ്ങിയത് വലിയ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളല്ല. അപ്പം നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ കുറേ ഇപ്പം പഠിക്കാൻ താല്പര്യമില്ലാത്ത കുഞ്ഞുങ്ങൾക്ക് കുറേ കാശ് നമ്മൾ സമ്പാദനം ചെയ്തിട്ട് അവരെ ഏതെങ്കിലും ഒരു സ്ഥാപനം തുടങ്ങാൻ അങ്ങ് വിടൂ. ഇപ്പം ഈ റാങ്ക് മേടിച്ച് വന്നവരൊക്കെ 10ാം ക്ലാസ് പാസ്സായ വ്യക്തികളുടെ സ്ഥാപനങ്ങളിലാണ് വർക്ക് ചെയ്യുന്നത്. 10ാം ക്ലാസ് പാസ്സായ വ്യക്തി വലിയ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ട് അവൻ PGയും ഡബിൾ PG ഒക്കെ ആളുകളെ 20,000-നും 15,000-നും 30,000-നും ഒക്കെ ജോലിക്ക് അപ്പോയിൻറ്റ് ചെയ്യുന്നു അവൻ്റെ സ്ഥാപനത്തിൽ. അപ്പം നാളെ ഇതുപോലൊക്കെ നിങ്ങൾ മാർക്ക് കുറഞ്ഞു പോയെന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളെ നിങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നാളെ നിങ്ങളൊക്കെയാണ് ഈ ഹൈമാർക്ക് മേടിച്ച് വെളിയിൽ വന്നവർ ജോലിയില്ലാതെ അളിഞ്ഞു തിരിയുമ്പം അവർക്ക് വേണ്ട ഉദ്യോഗം കൊടുക്കേണ്ട നിങ്ങളൊക്കെയാണ്. നിങ്ങൾ ഫാക്ടറി, ഇൻഡസ്ട്രിയും, സ്കൂളുകളും കോളേജുകളും വേറെ എന്തെല്ലാം ഉണ്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങുക. ഇതൊക്കെ തുടങ്ങാൻ ആളുകൾ വേണ്ട? എല്ലാവരും പഠിച്ച് ഗവൺമെൻറ് ഉദ്യോഗം തന്നെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ആര് തുടങ്ങും? പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഗവൺമെൻറ് മേഖലയിലേക്കാളും കൂടുതൽ പ്രൈവറ്റ് മേഖലയിലാണ് ജോലി ചെയ്യുന്നത്. ഇതുപോലെ വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകൾ കുറച്ച് പണമൊക്കെ കണ്ടെത്തി സ്വന്തമായിട്ടൊരു സ്ഥാപനങ്ങൾ തുടങ്ങി അതിലാണ് ജോലിക്ക് ആളുകളെ 10, 30, 50 ആയിരക്കണക്കിന് ആളുകൾക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നത്. വലിയ ഹൈ ആയിട്ട് പഠിച്ച ആളുകളൊന്നും അല്ല, സാധാരണ നോർമലായിട്ട്. അപ്പം നിങ്ങൾ തോറ്റുപോയെന്നും പറഞ്ഞിട്ടൊന്നും സാധാരണ കുട്ടികളൊന്നും വിഷമിക്കേണ്ട കാര്യമൊക്കെ. നിങ്ങളൊക്കെയാണ് നാളെ മുതലാളിമാരാകുന്നത്. നിങ്ങളുടെ കീഴിലാണ് ആയിരക്കണക്കിന് ആളുകൾ ജോലി ചെയ്യേണ്ടത്. അപ്പം പ്രിയപ്പെട്ട പേരൻസ് നിങ്ങളോട് അത് മനസ്സിലാക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ ആവശ്യമില്ലാതെ ടോർച്ചർ ചെയ്യേണ്ട കാര്യമില്ല. നാളെ അവരും ഒരു ഓണറാകേണ്ടതാണ്, ഓരോ സ്ഥാപനങ്ങളുടെ ഓണറാകേണ്ട വ്യക്തികളാണ്. അപ്പം നിങ്ങളും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം ചെറിയൊരു സംഗതി നിങ്ങളുടെ അറിവിലേക്ക് പറഞ്ഞതന്നേ ഉള്ളൂ.